ഹലോ ഗൈസ് ഇന്ന് ഈ നട്ടുച്ച വെയിലത്ത് നമ്മളിന്ന് പോകാൻ പോകുന്ന സ്ഥലം എവിടെയെന്ന് അറിയണ്ടേ ആണ് നമ്മുടെ ട്രിവാൻഡ്രത്തെ പൊറോട്ട ഹട്ട്. വളരെ ഫേമസ് സ്ഥലമാണ്. നമുക്ക് അവിടെ ഒന്ന് പോയി കുറേ നാളായി ഞാൻ പണ്ട് പോയി കഴിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പോയൊരു ചെറിയ റിവ്യൂ പോലെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ് എല്ലാവർക്കും സ്മൈലി സൈറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗൈസ് നമ്മളങ്ങനെ കാത്തിരിപ്പിനോട് മഴയൊക്കെ നനഞ്ഞ് കുളിച്ച് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മളോട് വന്ന ആരൊക്കെയെന്ന് അറിയണ്ടേ. എപ്പോഴത്തേയും പോലെ നമ്മളെ കവടിയാർ അതുൽ, പുതിയൊരാളുണ്ട് കേട്ടോ. ഇതാണ് ആകാശ് ഫ്രം ആമച്ചൽ, ഫുള്ളി ഇമ്പോർട്ടൻറ്റ് ഫ്രം ആമച്ചൽ. പിന്നെ ഡ്രൈവർ അർജുൻ. നമസ്കാരം. പിന്നെ ഈ ഇവിടുത്തെ സ്റ്റോറിന് കുറേ പ്രത്യേകം കാര്യങ്ങളൊക്കെ ഉണ്ട്. താങ്ക് യു ലൈറ്റ് മാൻ. പ്രത്യേകം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു 4 മണി 5 മണിക്ക് ശേഷമൊക്കെ വന്നാൽ നമുക്ക് ഈ ചൂടുവെള്ളത്തിന് പകരം സുലൈമാനി കിട്ടും. സുലൈമാനി ഇവിടെ അറിയാവുന്നവർക്ക് വന്നാൽ അറിയാം. ഇവിടെ അറിയാവുന്നവർക്ക് വന്നാൽ അറിയാം. പിന്നെ ഇവിടുത്തെ കുറച്ച് വെറൈറ്റീസ് അല്ല, കുറച്ച് അടിപൊളി സംഭവങ്ങൾ കാണിച്ചു തരാം. ഇത് കുറച്ച് സ്ക്രീന് കടയാണ്, കണ്ടില്ലേ? അവിടെ കണ്ട് ഈ മെമൻറ്റോയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? പണ്ട് മോഹൻലാലിൻ്റെ ഫോട്ടോ എന്തൊക്കെ ഇല്ലടാ അങ്ങനെ ഉള്ളതുപോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ മെനുവും കാര്യങ്ങളും. ആകാശാമച്ചൽ ബ്രോ എന്തെങ്കിലും 2 വാക്ക് പറയണം. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. അവിടെ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് അപ്പൊ കവടിയാർ ഈ പാവം അവൻ വിജൃംഭിച്ചു പോയി. പരിപാടി തീർത്ത് തരാണ്. 90 കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ്? ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? അനന്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇയാള് പോയി ആരാലും തൊട്ടായിരുന്നു. നമ്മുടെ ടീം ടോം ആൻഡ് ജെറിയാണ്. ശല്യമാണ്. ചേട്ടാ അപമാനിച്ചേ ഞങ്ങി ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ്. അച്ഛന്റെ പേരാ സ്ഥലത്തിന്റെ പേര് കവടിയാർ. അതേ ചേരുള്ളൂ. നിന്നെ ആരെന്ന് പറഞ്ഞാൽ വെട്ടിപ്പിടിച്ച സ്ഥലമാണ് ശാസ്ത്രം. ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ നീ ടിപ്പുവിന്റെ കൂടെ ഉള്ളായിരുന്നല്ലേടാ? ഞാൻ അന്നേ പറഞ്ഞല്ലേ ടിപ്പുവിനെ പിടിച്ച മുതലെടുക്കണേണ സജി. ഈ കവടിയാർ ഇവിടെ മൊത്തം വെള്ളമൊക്കെ തട്ടിത്തൂവി അങ്ങനെ ഹോട്ടലുകാര് സീനൊക്കെ ആക്കിയിട്ടുണ്ട്. എന്താണെന്ത് ഇങ്ങനെ കാണിക്കാവോ? എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. പുതിയ സെർവറാണ്. പിന്നെ ആകാശിന്റെ വീഡിയോ എടുക്കുമ്പോൾ ആ കയ്യിലോട്ടൊന്ന് ഫോക്കസ് ചെയ്യാനായിട്ടുള്ള റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ആകാശ് ആമച്ചലിന്റെ പുതിയ വാച്ചാണ്. ഇത് ആകാശിന്റെ ഗേൾഫ്രണ്ട് മേടിച്ചു കൊടുത്തതെന്ന് പറയാനായിട്ട് ഉള്ള റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആകാശ് കമ്മിറ്റഡ് ആണെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കവടിയാർ സിംഗിൾ ആണെന്നാണ്. എല്ലാരോടായിട്ട് പറയാന് എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. അത്തിക്കുത്ത് കീലേരി അച്ഛനോ പുത്തരിയല്ല. എന്നോട് കളിക്കാൻ ധൈര്യമുള്ളവരുടെ ഇറങ്ങി വാടാ. എന്തോ ഒരു ഇത് വന്നു. ചേട്ടാ എന്താണ് കൗതുക ലേശം കൂടുതലാണ്. അത് കൊള്ളായിരുന്നു. അങ്ങനെ ആദ്യത്തെ പാൽ പൊറോട്ട വന്നിട്ടുണ്ട്. കണ്ടിട്ടില്ല. അയ്യോ നല്ല ചൂടുണ്ട്. തിളപ്പ് മാറിയിട്ടില്ല. ഇതാണ് എന്താണ് ചാന്ത് വൈകണ നീ? അത് എങ്ങനെയുണ്ട് ചിക്കൻ?
ഫ്രൈ ആയിരുന്നു ആദ്യം ചെയ്തത്. ആ. ഇന്നത് ഇതിന് ശേഷം ഇത് ചിക്കൻ ഫ്രൈ ഒരു 1.5 മണിക്കൂറായിട്ട് അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ആദ്യം ചെയ്ത അത് മാത്രം വന്നു. ഒരു പാൽ ഇപ്പോഴാണ് നമ്മുടെ ബാക്കി ഇവിടെ എത്തിയത്. നൂൽ പൊറോട്ട എത്തി. ഞാൻ ഓർഡർ ചെയ്ത കറിയൊന്നും വന്നില്ല കേട്ടോ. ഇവിടെ ഓരോ പാർട്ടായിട്ടാണ് ഓരോന്ന് എത്തുന്നത്. ആകാശ് ആമച്ചൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ നമ്മളിത് വന്ന് ഈ ചട്ടി വെറും താപ്പറാണ് ഗൈസ്. അങ്ങനെ അർജുൻ ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോവുകയാണ്. ആ ഗൈസ്, അങ്ങനെ എൻ്റെ കൂടെ എത്തിയിട്ടുണ്ട്. അതെന്തുവാടാ? ഇളനീരാണ്. അതിങ്ങ് തന്നെ നോക്കട്ടെ ഗൈസ്. അങ്ങനെ എൻ്റെ ഇളനീരും കൂടെ എത്തിയിട്ടുണ്ട്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറേ നാളെ ഞാൻ കഴിച്ചിട്ടുണ്ട്. ടു ബി ഹോണസ്റ്റ് എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിനേക്കാളും ഈ ഗോൾഡൻ കുക്കി അടിപൊളിയാട്ടോ, വേറെ ലെവൽ ഗൈസ്. പറയാൻ പോലും വയ്യ. നമ്മൾ കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എന്ത് പറയാനാ, ടേസ്റ്റൊക്കെ ഓക്കെയാണ്. പക്ഷേ ചെറിയൊരു മത്ത ഫീലുണ്ട് കേട്ടോ. ആ ഒരു ലാഗ് കഴിക്കുന്നതിനിടെ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവരും ഹോണസ്റ്റ് റിവ്യൂകൾ നോക്കാം. അല്ല, ആദ്യം അവൻ്റെ അടുത്ത് പോകണ്ട, അറിയാമല്ലോ. ആദ്യം നമ്മുടെ ആമച്ചിലോട്ട് പോവാം. ആകാശ്, അങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? കൊള്ളാം. പിന്നെ ചട്ടി ഭയങ്കര ചൂടാണ് കഴിച്ചത്. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. ചൂടാണ് കഴിച്ചത്. വരുമ്പോൾ നോക്കി തിന്നണം, അത്രേ ഉള്ളൂ. വേറെ എന്താ പറയുക, വേറെ ഉള്ളം കഴിച്ചു. ബീഫ് കുറച്ച് പുളു പീസ്, അത്രേ ഉള്ളൂ. മതി. പിന്നെ ഫുഡ് ഓക്കെയാണ്, പക്ഷേ പെട്ടെന്ന് അങ്ങനെ കഴിക്കാൻ പറ്റിയില്ല. മത്തായിപ്പോയി. വയറ് ഫുള്ളാക്കി വെച്ച് കഴിഞ്ഞാൽ ആയിട്ടില്ല, പക്ഷേ പെട്ടെന്ന് മത്തായിപ്പോയി. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറെ. ഓക്കെ ഞാൻ വലിയൊരു ഇത് പറയാനില്ല. എവിടെയാ? അറിയാത്ത പിള്ള ചൊറിയും അറിയും അല്ലേ പിള്ളച്ച? ഞാൻ മിൽക്കി എൽസം വഴി കഴിച്ചത്. കൊള്ളാം, അടിപൊളി. 30 വർഷം മുമ്പ് തന്നെയായിരുന്നു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പറഞ്ഞുതരാം, വെളിയിൽ വാ. അപ്പോൾ അവിടെ എങ്ങനെയാണ്? ഹോണസ്റ്റ് റിവ്യൂ ആണ്. കൊള്ളാം. ഓക്കെ. മൊയ്റ്റ് അതിനുണ്ടായിരുന്നു ബ്രോ. മൊയ്റ്റ് കൊള്ളാം. നൈസ്. ഞാനും മിൽക്കി അൽഫാമാണ് കഴിച്ചത്. വേറെ ഒരു അങ്ങനെ കൂടുതൽ പറയാനൊന്നുമില്ല. അടിപൊളി. ഓക്കെ ആണല്ലേ? ഓക്കെ ഗൈസ്. ഈ പയ്യൻ എവിടെന്നോ ട്രെയിനിങ് ഒക്കെ എടുത്തിട്ട് വന്നിരിക്കുകയാണെന്ന്. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്ത്. വീട്ടിൽ നിന്ന് പഠിച്ചോണ്ടിരിക്കുമ്പോ ഇറങ്ങിയപ്പോഴത്തേക്ക് തിന്നണേ മുന്നേ റിവ്യൂ. എന്തൊരു തൊലിക്കട്ടി. കൊള്ളാം. ആകാശ്, ആ വാച്ചിനെ കുറിച്ച് 2 വാക്ക്. നീ വേഗം കാണിക്കേ. താങ്ക്സ് അടാ ഗേൾഫ്രണ്ട്. താങ്ക് യു. ഓക്കെ. ഗൈസ്, അങ്ങനെ കൈയായിട്ട് വന്നിട്ട് ബാക്കി റിവ്യൂ കൂടെ പറയാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷെ നമ്മൾ കയ്യാൻ പോയപ്പോൾ തന്നെ ഇവിടുത്തെ ഒരു ഒടുക്കത്തെ റഷാണ്. അടുത്ത ആൾക്കാർ വന്ന് വീണ്ടും കയറി വന്നിരുന്നു. അതുകൊണ്ട് അവിടെ ഇരുന്ന് വേറെ റിവ്യൂ പറയാൻ പറ്റിയില്ല. ഓവറോൾ ഫുഡ് കൊള്ളാം, പക്ഷേ പെട്ടെന്ന് മത്തായതില്ല. അത് ഫുഡിൻ്റെ ആ ഒരു നമ്മൾ ചൂസ് ചെയ്തതിൻ്റെ ഇതായിരിക്കും. ഓക്കെ, ഓവറോൾ ഓക്കെ, ഫുഡാണ്. നമ്മുടെ ലൊക്കേഷൻ ഇതാണ്. നമ്മുടെ ഈ ഒരു പൊറോട്ടയിൽ നമ്മൾ വന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വേറെ ഒന്നുമില്ല. നമുക്ക് അടുത്തൊരു ഫുഡ് സ്പോട്ട് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.